വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളിപ്പോ 2026 കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ പഠിക്കണേ. കാരണം 2025 അതുപോലെ തന്നെ 2024 കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി എന്താ പറയാ ക്ലാസ്സുകളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവര് നമ്മുടെ ചാനലില് പ്ലേലിസ്റ്റിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇപ്പൊ ക്ലാസ്സിലേക്ക് കടന്നാലോ നമുക്ക്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ജെൻസി വിപ്ലവത്തിന് ശേഷം എവിടെയാണ് ജെൻസി വിപ്ലവം നടന്നിട്ടുള്ളത്? ജെൻസി വിപ്ലവം നടന്നിട്ടുള്ളത് എവിടെയാണ്? നേപ്പാളിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ്. ആ ജെൻസി വിപ്ലവത്തിന് ശേഷം നേപ്പാളില് ഒരു പൊതു തെരഞ്ഞെടുപ്പൊക്കെ നടക്കുകയുണ്ടായി. ആ പൊതു തെരഞ്ഞെടുപ്പില് ആരുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് അധികാരത്തിൽ വന്നത് എന്നാണ് ചോദ്യം. ആരുടെ നേതൃത്വത്തിലുള്ളതാണ്? ബാലേന്ദ്ര ഷാ. ആരുടെയാണ്? ബാലേന്ദ്ര ഷാ. ബാലേന്ദ്ര ഷായുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിക്കാണ് വിജയം നേടിയത്. അപ്പൊ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് എന്തും കൂടി നമ്മൾ പഠിക്കണം. എന്താണ്? RSP എന്നാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര്. എന്താണ് RSPയുടെ പൂർണ്ണ രൂപം? രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി എന്നാണ്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ജെൻസി വിപ്ലവത്തിന് ശേഷം നേപ്പാളില് പൊതു തെരഞ്ഞെടുപ്പ് നടന്നു എന്നും ആ പൊതു തെരഞ്ഞെടുപ്പില് ബാലേന്ദ്ര ഷായുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി എന്താണ് വിജയം കൈവരിച്ചു എന്നും മനസ്സിലാക്കണം കേട്ടോ. ഇനി അടുത്തത്, നമ്മൾ കപ്പൽ നിർമ്മാണശാലകൾ പലയിടത്തും കേട്ടിട്ടുണ്ട് അല്ലെ. ഇനി ഇത് പുതിയൊരു തരം കപ്പൽ നിർമ്മാണശാല വരികയാണ്. ആ കപ്പൽ നിർമ്മാണശാലയുടെ പ്രത്യേകത എന്താ? സ്വയം പ്രവർത്തിക്കുന്ന, എന്താണ്? സ്വയം പ്രവർത്തിക്കുന്ന കപ്പലുകളും, സ്വയം പ്രവർത്തിക്കുന്ന കപ്പലുകളും അതുപോലെ തന്നെ അന്തർവാഹിനികളും. സ്വയം പ്രവർത്തിക്കുന്ന കപ്പലുകള് അതുപോലെ തന്നെ അന്തർവാഹിനികള് അതൊക്കെ നിർമ്മിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ കപ്പൽ നിർമ്മാണശാല എവിടെ ആരംഭിക്കുകയാണ്? ഇന്ത്യയിൽ ആരംഭിക്കാൻ പോവാണ്. ഇന്ത്യയിൽ എവിടെയാണ് ആരംഭിക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. ഇന്ത്യയിൽ ആരംഭിക്കാൻ പോകുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ ഏത് ജില്ലയിലാണ്? നെല്ലൂർ എന്ന് പറയുന്ന ജില്ലയിലാണ്. ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയില് ഒരു മത്സ്യബന്ധന തുറമുഖമുണ്ട്. ആ മത്സ്യബന്ധന തുറമുഖത്തിന്റെ പേര് ജുവാലഡ് എന്നാണ്. എന്താണ്? ജുവാലഡ്. ജുവാലഡ് എന്ന് പറയുന്ന മത്സ്യബന്ധന തുറമുഖം ഇപ്പൊ എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഈ തുറമുഖത്തിന് സമീപമാണ് പുതിയ ഒരു കപ്പൽ നിർമ്മാണശാല ആരംഭിക്കുന്നത്. ഇപ്പൊ സ്വയം പ്രവർത്തിക്കുന്ന കപ്പലുകളും അന്തർവാഹിനികളും ഒക്കെ നിർമ്മിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ കപ്പൽ നിർമ്മാണശാല ആരംഭിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലെ ജുവലഡ് എന്ന് പറയുന്ന മത്സ്യബന്ധന തുറമുഖത്തിന് സമീപമാണ് എന്ന് ഓർത്തുവയ്ക്കാം. ഇനി അടുത്തത്, രാജ്യത്ത് ആദ്യമായിട്ട്, നമ്മുടെ ഇന്ത്യയില് ആദ്യമായിട്ട് ഒരു വ്യക്തിക്ക് നമ്മുടെ സുപ്രീം കോടതി ദയാവധത്തിന് അനുമതി നൽകി അല്ലെ. സുപ്രീം കോടതി നമ്മൾ പേപ്പറിലൊക്കെ കണ്ടു. സുപ്രീം കോടതി ദയാവധത്തിന് അനുമതി നൽകി. ആർക്കാണ് അനുമതി നൽകിയത്? എന്താണ്? ആർക്കാണ്? ഹരീഷ് റാണ. ആരാണ് അദ്ദേഹം? ഹരീഷ് റാണയാണ് കേട്ടോ. ഉത്തർപ്രദേശിലെ നോയിഡയിലെ സ്വദേശിയായ 32 വയസ്സുള്ള ഹരീഷ് റാണയ്ക്കാണ് ദയാവധത്തിന് അനുമതി നൽകിയത്. 13 വർഷമായിട്ട് അദ്ദേഹം ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസില് കോമയിൽ കഴിയാണ്. അപ്പൊ അദ്ദേഹത്തിനാണ് നമ്മുടെ ഇവിടെ പാസീവ് യൂത്തനേഷ്യ എന്ന മാർഗമായിട്ടാണ് ഇന്ത്യയിൽ അത് അനുവദിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് ഇറാന്റെ പരമോന്നത നേതാവ് ആരാണ്? ഇറാന്റെ പുതിയ പരമോന്നത നേതാവിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പേര് ഇതാണ്: മുജ്തബ ഖമനേയി എന്ന് പറയുന്ന ആളാണ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവ്. മുജ്തബ ഖമനേയി. ആരാണ്? മുജ്തബ ഖമനേയി ആണ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം. ഇന്ത്യയിലെ ആദ്യത്തെ കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏതാണത്? അതിന്റെ പേര് നിള
ഹെറിറ്റേജ് മ്യൂസിയം എന്നാണ്. എന്താ പേര്? നീള ഹെറിറ്റേജ് മ്യൂസിയം. ഇന്ത്യയിലെ ആദ്യത്തെ കാഴ്ച പരിമിത മ്യൂസിയം ആണ് നീള ഹെറിറ്റേജ് മ്യൂസിയം. എവിടെയാണത്? മലപ്പുറം ജില്ലയില് പൊന്നാനിയില് ഭാരതപ്പുഴയുടെ തീരത്താണ്. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് ഇന്ത്യയിലെ ആദ്യത്തെ കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം ആരംഭിച്ചു. ഇനി അടുത്തത് കായലിന് കുറുകെയുള്ള, എവിടെ? കായലിന് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം. കായലിന് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം എവിടത്തെ? കേരളത്തിലെ. ആ പാലത്തിന്റെ പേര് എന്താണ്? പെരുമ്പളം പാലം എന്നാണ്. പെരുമ്പളം പാലം. അത് ഏത് കായലിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഏത് കായലിന് കുറുകെയാണ്? വേമ്പനാട് കായൽ. ആലപ്പുഴയിൽ വേമ്പനാട് കായലിന് കുറുകെയാണ്, കായലിന് കുറുകെയുള്ള കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലമായ ഏത് പാലമാണ്? പെരുമ്പളം പാലം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഡ്രോണുകൾക്കും അടുത്ത ചോദ്യമാണ്. നമ്മൾ അറിയുന്നതാണ് ഡ്രോണ്. ആ ഡ്രോണുകൾക്കും റിമോട്ട് പൈലറ്റ് എയർക്രാഫ്റ്റുകൾക്കും മാത്രമായിട്ട്, എന്താണ്? റിമോട്ട് പൈലറ്റ് കേട്ടോ, റിമോട്ട് പൈലറ്റ് എയർക്രാഫ്റ്റ്. അപ്പൊ ഡ്രോണ്, റിമോട്ട് പൈലറ്റ് എയർക്രാഫ്റ്റ്, ഇതിന് മാത്രമായി ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത എയർബേസ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത എയർബേസ്, എന്താണ്? എയർബേസ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. എവിടെയാണ്? ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. അപ്പൊ ഇത്രയും കാര്യം ഒന്ന് പറഞ്ഞേ. ഡ്രോണുകൾക്കും റിമോട്ട് പൈലറ്റ് എയർക്രാഫ്റ്റുകൾക്കും മാത്രമായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത എയർബേസ് സ്ഥാപിക്കുന്നത് ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. കായലിന് കുറുകെയുള്ള, കേരളത്തിലെ കായലിന് കുറുകെയുള്ള ഏറ്റവും നീളമേറിയ പാലമായ പെരുമ്പളം പാലം നിർമ്മിച്ചിരിക്കുന്നത് ഏതിനു കുറുകെയാണ്? ആലപ്പുഴയിൽ വേമ്പനാട് കായലിന് കുറുകെയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിള, അല്ലെ, അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നിള ഹെറിറ്റേജ് മ്യൂസിയം ആണ്. അടുത്തത്, ഇറാന്റെ പരമോന്നത നേതാവ് ആരാണ്? പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി ആണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വ്യക്തിക്ക് സുപ്രീം കോടതി ദയാവധത്തിന് അനുമതി നൽകിയത് ആർക്കാണ്? ഉത്തർപ്രദേശുകാരനായ 32 വയസ്സുള്ള ഹരീഷ് റാണയ്ക്കാണ്. 13 വർഷമായി അദ്ദേഹം കോമയിലാണ് കഴിയുന്നത്. ഇനി സ്വയം പ്രവർത്തിക്കുന്ന കപ്പലുകള്, അന്തർവാഹിനികളൊക്കെ നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നിർമ്മാണശാല ഇന്ത്യയിൽ നിലവിൽ വരുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലെ ജുവലഡിലെ മത്സ്യബന്ധന തുറമുഖത്തിന് സമീപമാണ്. അടുത്തത്, ജൻസി വിപ്ലവത്തിന് ശേഷം നേപ്പാളിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ആരുടെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയാണ് വിജയം നേടിയത്? അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ നമുക്ക് പറയാം ബാലേന്ദ്ര ഷാ. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഏതാണ്? RSP അഥവാ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി എന്നാണ് ആ പാർട്ടിയുടെ പേര്. ഇത്തരം കാര്യം ക്ലിയർ ആയോ? ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാണ് കേട്ടോ. നെക്സ്റ്റ് ചോദ്യം ഇതാണ്. നെക്സ്റ്റ് ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സമഗ്ര അന്തർദേശീയ വിദ്യാലയം, കേരളത്തിലെ ആദ്യത്തെ സമഗ്ര സമഗ്ര അന്തർദേശീയ കേരളത്തിലെ ആദ്യത്തെ സമഗ്ര അന്തർദേശീയ വിദ്യാലയം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമഗ്ര അന്തർദേശീയ വിദ്യാലയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂർ ജില്ലയിലെ വിദ്യാലയമാണ്. എന്താണ്? മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കേരളത്തിലെ ആദ്യത്തെ സമഗ്ര അന്തർദേശീയ വിദ്യാലയം എന്ന നേട്ടം കൈവരിച്ചത്. ക്ലിയർ ആയില്ലേ? അടുത്തത്, താരിഖ്
റഹ്മാൻ. അടുത്തത് താരിഖ് റഹ്മാൻ ട്ടോ. ഈ താരിഖ് റഹ്മാൻ നേതൃത്വം നൽകുന്ന ബംഗ്ലാദേശ് സർക്കാരിന്റെ ബംഗ്ലാദേശ് സർക്കാരിന്റെ സാംസ്കാരിക മന്ത്രി ആരാണ്? സാംസ്കാരിക മന്ത്രി. അപ്പൊ ബംഗ്ലാദേശ് സർക്കാരിന്റെ സാംസ്കാരിക മന്ത്രിയൊക്കെ പഠിക്കേണ്ടതായിട്ട് ആവശ്യകതയുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമുണ്ട്. എന്താണ്? അതൊരു കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ പേര് നിതായ് റോയ് ചൗധരി എന്നാണ്. നിതായ് റോയ് ചൗധരി മന്ത്രിസഭയിലെ ഏക ഹിന്ദുമത വിശ്വാസിയായ അംഗമാണ് നിതായ് റോയ് ചൗധരി. അതുകൊണ്ട് ഈ പേര് ചോദിച്ചു കൂടായികയില്ല. അപ്പോ താരിഖ് റഹ്മാൻ നേതൃത്വം നൽകുന്ന ബംഗ്ലാദേശ് സർക്കാരിന്റെ സാംസ്കാരിക മന്ത്രി നിതായ് റോയ് ചൗധരിയാണ്. മന്ത്രിസഭയിലെ ഏക ഹിന്ദു മത വിശ്വാസിയായ അംഗമാണ് അദ്ദേഹം. ഇനി അടുത്തത് ദേശീയപാത ഓരങ്ങളില് ബി കോറിഡോറുകൾ വികസിപ്പിക്കാൻ തീരുമാനിച്ചത് ആരാണ്? ബി കോറിഡോറുകൾ ആരാണ് ബി കോറിഡോറുകൾ വികസിപ്പിക്കാൻ തീരുമാനിച്ചത്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ ദേശീയ പാതയോരങ്ങളിൽ ബി കോറിഡോറുകൾ വികസിപ്പിക്കാൻ തീരുമാനിച്ചത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ ഏതാണ്? വൈക്കമാണ്. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ മൾട്ടിപർപ്പസ് സെന്റർ. ട്രൈബൽ മൾട്ടിപർപ്പസ് സെന്റർ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ മൾട്ടിപർപ്പസ് സെന്റർ വാളന്തോടാണ്. വാളന്തോട് എവിടെയാണ്? മലപ്പുറമാണ്. മലപ്പുറം. അപ്പോ എന്താണ് അടുത്ത ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. കേരളത്തിൽ ആദ്യത്തെ സമഗ്ര അന്തർദേശീയ വിദ്യാലയം എന്ന നേട്ടം സ്വന്തമാക്കിയത് കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അടുത്തത് താരിഖ് റഹ്മാൻ നേതൃത്വം നൽകുന്ന ബംഗ്ലാദേശ് സർക്കാരിന്റെ സാംസ്കാരിക മന്ത്രി ആരാണ്? നിതായ് റോയ് ചൗധരിയാണ്. ദേശീയ പാതയോരങ്ങളിൽ ബി കോറിഡോറുകൾ വികസിപ്പിക്കാൻ തീരുമാനിച്ചതാരാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ ഏതാണ്? വൈക്കമാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ മൾട്ടിപർപ്പസ് സെന്റർ സ്ഥാപിതമായത് മലപ്പുറം ജില്ലയിലെ വാളന്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അടുത്ത ചോദ്യം, അടുത്തിടെ ഏത് രാജ്യത്താണ് അടിമത്തം നിയമവിധേയമാക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രാകൃത വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന പുതിയ ക്രിമിനൽ നിയമം നിലവിൽ വന്നത്? എവിടെയാണ്? അഫ്ഗാനിസ്ഥാനിലാണ്. അഫ്ഗാനിസ്ഥാൻ. അപ്പൊ അടിമത്തം നിർത്തലാക്കിയിട്ടുള്ള പുതിയ ക്രിമിനൽ നിയമം നിലവിൽ വന്നത് അടുത്തിടെ ഏത് രാജ്യത്താണ്? അഫ്ഗാനിസ്ഥാനിലാണെന്ന് മനസ്സിലാക്കാം. ടിബറ്റൻ ആത്മീയ ആചാര്യനാണ് ദലൈലാമ എന്ന് നമുക്കറിയാം അല്ലെ. ആ ദലൈലാമയ്ക്ക് എന്ത് ലഭിച്ചു എന്നാ പറയുന്നത്? ഒരു അവാർഡ് ലഭിക്കുകയുണ്ടായി. അവാർഡ് ഏതാണ്? ഗ്രാമി അവാർഡാണ്. അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ ബുക്കിന്റെ വിവരണത്തിനാണ് ആദ്യത്തെ ഗ്രാമി പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയത്. ഓഡിയോ ബുക്ക് ഏതാണ്? ഓഡിയോ ബുക്ക് എന്നാണ് ഞാൻ പറയുന്നത്. ഏതാണ്? മെഡിറ്റേഷൻസ്. എന്താണ്? മെഡിറ്റേഷൻസ്. ദി റിഫ്ലക്ഷൻസ് ഓഫ് ഹിസ് ഹോളിനസ് ദലൈലാമ. ട്ടോ.
ഇപ്പൊ കേക്ക് മക്കളെ, അതായത് എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞു, ഏത് രാജ്യത്താണ് അടിമത്തം നിയമവിരുദ്ധമാക്കി ഇത് ഉൾപ്പെടെയുള്ള കുറച്ച് ക്രിമിനൽ നിയമം, പുതിയതായിട്ടുള്ള ക്രിമിനൽ നിയമം നടപ്പിലാക്കിയത് അഫ്ഗാനിസ്ഥാനിലാണ്. അടുത്ത എന്താ പറഞ്ഞത്, നമ്മുടെ ടിബറ്റൻ ആത്മീയ നേതാവ് അല്ലെങ്കിൽ ആത്മീയ ആചാര്യനായ ദലൈലാമയ്ക്ക് എന്താണ് അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു അല്ലെ. ഏത് പുരസ്കാരമാണ്? ഗ്രാമി പുരസ്കാരം. മെഡിറ്റേഷൻസ് ദ റിഫ്ലക്ഷൻസ് ഓഫ് ഹിസ് ഹോളിനെസ് ദലൈലാമ എന്ന ഓഡിയോ ബുക്കിന്റെ വിവരണത്തിനാണ് ആദ്യ ഗ്രാമി പുരസ്കാരം അദ്ദേഹത്തെ തേടിയതെത്തിയത് എന്ന് മനസ്സിലാക്കാം. ഇനി അദ്ദേഹത്തിന് ദലൈലാമയ്ക്ക് എന്നാണ് സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് എന്ന് ഓർത്തു വെച്ചോളൂ. 1989 എന്താണ് നോബൽ പ്രൈസ് എന്തിന് ലഭിച്ചു? സമാധാനത്തിന്. ആർക്ക് ലഭിക്കുകയുണ്ടായി? ദലൈലാമയ്ക്ക് ലഭിക്കുകയുണ്ടായി എന്നും കൂടി ഓർത്തു വയ്ക്കാം. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ? അപ്പൊ ഇതാണ്. ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ചാൽ 60ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം. 60ാമത്തെ ജ്ഞാനപീഠം നേടിയത് ആരാണ്? ആർ വൈരമുത്തു ആണ്. ആരാണ്? ആർ വൈരമുത്തു. 60ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്, രാജ്യത്തെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം നേടുന്ന വ്യക്തിയാണ് അല്ലെ. ഇവിടെ നിന്നുള്ള ആളാണ്, തമിഴ്നാട്ടിൽ നിന്നുള്ള ആളാണ്. ആര്? നമ്മുടെ വൈരമുത്തു എന്ന് ഓർത്തു വെക്കുക. അപ്പൊ 60ാമത് എത്രാമത്തെ ജ്ഞാനപീഠ എന്ന് ഓർക്കണം? 60ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് ആർക്ക് ലഭിച്ചത്? ആർ വൈരമുത്തുവിന് ലഭിച്ചത് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്ത ഒരു ചോദ്യം, അതായത് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. ഇത് ആരുടെ ആത്മകഥയാണ്? ആരുടെ ആത്മകഥയാണ്? എം ആരുടെയാണ്? എം നരവണെ. എം നരവണെ എന്ന വ്യക്തിയുടെ ആത്മകഥയാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. ഇപ്പൊ ഇദ്ദേഹം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം നരവണെ ആരാണ്? എന്താണ് ഈ ഒരു ആത്മകഥയുടെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എം നരവണെ എന്ന് പറയുന്നത് മുൻ കരസേനാ മേധാവിയാണ്. പ്രസിദ്ധീകൃതമല്ലാത്ത ഈ പുസ്തകം വളരെയധികം എന്താ പറയാ വിവാദം സൃഷ്ടിച്ച പല കാര്യങ്ങളും എന്താ പറയാ ഈ കുറേയധികം നമ്മുടെ രാജ്യത്ത് അടുത്തിടെ ഭയങ്കര വിവാദമൊക്കെ സൃഷ്ടിക്കുകയുണ്ടായി ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിന്. അതുകൊണ്ടാണ്. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ 2020 ജൂണില് കിഴക്കൻ ലഡാക്കിലെ ഗാൽവൻ എന്ന് പറയുന്ന താഴ്വരയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ എന്താണ് അതിർത്തി സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തീരുമാനമെടുക്കാൻ പ്രതിരോധ മന്ത്രാലയം വിമുഖത കാട്ടി എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ വിവാദം ഉണ്ടാവാൻ വേറെ ഒന്നും വേണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ചോദിക്കാം, 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ്? എം നരവണയുടെ ആത്മകഥയാണ്. അദ്ദേഹം ആരാണ് എന്നാ മനസ്സിലാക്കേണ്ടത് നമ്മള്? മുൻ കരസേനാ മേധാവിയാണ് എന്ന് മനസ്സിലാക്കി വെച്ചോളോട്ടോ. ഇനി അടുത്തത്, ഒരു പ്രധാനമന്ത്രിയുടെ കീഴിൽ എത്ര ബഡ്ജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ചതിന്റെ റെക്കോർഡാണ് നമ്മുടെ ധനമന്ത്രി. ആരാണ് നമ്മുടെ ധനമന്ത്രി? നിർമ്മല സീതാരാമൻ. 2026 ബഡ്ജറ്റ് അവതരണത്തിലൂടെ നേടിയത് 9 എണ്ണം കേട്ടോ. 9 എണ്ണമാണ് അവർ അവതരിപ്പിച്ചത്. അപ്പൊ ഒരു പ്രധാനമന്ത്രിയുടെ കീഴിൽ 9 ബഡ്ജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ചു. ആരാ? നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇനി ഭൗമശാസ്ത്ര രംഗത്തെ നോബൽ എന്നറിയപ്പെടുന്ന ഏത്? ഭൗമശാസ്ത്ര രംഗത്തെ നോബൽ പ്രൈസ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? അതിന്റെ പേരാണ് ക്രാഫോർഡ് പ്രൈസ്. എന്താണ്? ക്രാഫോർഡ് കേട്ടോ. ക്രാഫോർഡ് പ്രൈസ് എന്നാണ് ആ പ്രൈസിന്റെ പേര്. ആ ക്രാഫോർഡ് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ US കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ആരാണ്? അദ്ദേഹത്തിന്റെ പേര് വീരഭദ്രൻ രാമനാഥൻ എന്നാണ്.
ഇപ്പൊ വീരഭദ്രൻ രാമനാഥന് എന്ത് ലഭിച്ചു? ക്രാഫ്റ്റ് പ്രൈസ് ലഭിച്ചു. ക്രാഫ്റ്റ് പ്രൈസ് എന്താണ്? ഭൗമശാസ്ത്ര രംഗത്തെ നോബൽ പ്രൈസ് ആണ് അല്ലെ. ഈ വീരഭദ്രൻ രാമനാഥൻ ആരാണ്? US കാലാവസ്ഥാ ശാസ്ത്രജ്ഞനാണ്. US കാലാവസ്ഥാ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഇന്ത്യൻ വംശജൻ കൂടിയാണ്. ഇനി നമുക്കറിയാം ചെറുകോൽപ്പുഴയിൽ എന്ത് നടക്കാറുണ്ട്? ഹിന്ദുമത കൺവെൻഷൻ നടക്കാറുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പോ ഫെബ്രുവരി 15 മുതൽ 22 വരെ പമ്പാ മണപ്പുറത്ത് എന്ത് നടന്നു? ഈ ഹിന്ദുമത കൺവെൻഷൻ നടന്നു. അത് എത്രാമത്തെ ആയിരുന്നു എന്നാണ് ചോദ്യം. 114ാമത്തെ ഹിന്ദുമത കൺവെൻഷൻ ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. അടുത്തത് AI ഏജന്റുമാർക്കായി നിലവിൽ വന്ന സാമൂഹിക മാധ്യമം ഏതാണ്? AI ഏജന്റുമാർക്കായി നിലവിൽ വന്ന സാമൂഹിക മാധ്യമത്തിന്റെ പേര് ഇതാണ്, മോൾട്ട് ബുക്ക് എന്നാണ്. എന്താണ് അതിന്റെ പേര്? മോൾട്ട് കേട്ടോ. മോൾട്ട് ബുക്ക് എന്നാണ് അതിന്റെ പേര്. എന്താ പേര്? മോൾട്ട് ബുക്ക് എന്നാണ് അതിന്റെ പേര്. ഇനി അടുത്തത് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ച മുൻ നിയമസഭാ സാമാജികൻ അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേര് എന്താണ്? M മുരളി എന്നാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? M മുരളി എന്നാണ്. ഇനി ഏത് സംസ്ഥാനവുമായാണ് കേന്ദ്ര സർക്കാർ പുതിയ ഒരു കരാറിന്, സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഒരു കരാറിന് നമ്മുടെ കേന്ദ്ര സർക്കാർ ഒപ്പിട്ടത്? ഏത് സംസ്ഥാനവുമായിട്ടാണ്? നാഗാലാൻഡ് സംസ്ഥാനവുമായിട്ടാണ്. ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്? നാഗാലാൻഡ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട്. അടുത്തത് നോക്കൂ. ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്താണ്? സുപ്രീം കോടതിയിൽ നേരിട്ടെത്തി കേസ് വാദിച്ചു. ആരാണ് അവർ? മമതാ ബാനർജിയാണ്. മമതാ ബാനർജി എവിടുത്തെ മുഖ്യമന്ത്രിയാണ്? വെസ്റ്റ് ബംഗാളിലെ മുഖ്യമന്ത്രിയാണ്. ക്ലിയർ ആയില്ലേ? 60ാമത്തെ ജ്ഞാനപീഠം ലഭിച്ചത് R വൈരമുത്തുവിനാണ്. അദ്ദേഹം തമിഴ്നാടുകാരനാണ് അല്ലെ. ഇനി അതുപോലെ തന്നെ എന്താ നമ്മൾ പറഞ്ഞത്? 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ്? MM നരവണയുടെ. അദ്ദേഹം മുൻ കരസേന മേധാവിയാണ്. ഇനി അടുത്തത് പ്രധാനമന്ത്രിക്ക് കീഴിൽ ഒരു പ്രധാനമന്ത്രിക്ക് കീഴിൽ എത്ര ബഡ്ജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ചതിന്റെ റെക്കോർഡാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2026 ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നേടിയത് 9 ബഡ്ജറ്റുകൾ അല്ലെ. ഭൗമശാസ്ത്ര രംഗത്തെ നോബൽ ഏതാണെന്നാ നമ്മൾ പറഞ്ഞത്? ക്രാഫ്റ്റ് പ്രൈസ്. അത് നേടിയതാരാണ്? വീരഭദ്രൻ രാമനാഥൻ. അദ്ദേഹം ആരാണ്? US കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ഇന്ത്യൻ വംശജൻ കൂടിയാണ്. ഇനി അടുത്തത് എത്രാമത്തെ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനമാണ് ഈ വർഷം നടന്നത്? 114ാമത്തെയാണെന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്തത് എന്താണ്? നിർമ്മിത ബുദ്ധി ഏജന്റുമാർക്കായി നിലവിൽ വന്ന സാമൂഹിക മാധ്യമത്തിന്റെ പേര് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? മോൾട്ട് ബുക്കാണ്. ഏറ്റവും കൂടുതൽ സ്വകാര്യ ബില്ലുകൾ കേരള നിയമസഭയിൽ അവതരിപ്പിച്ച സാമാജികൻ അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹം ആരാണ്? M മുരളിയാണ്. കേന്ദ്ര സർക്കാർ ഏത് സംസ്ഥാന ഗവൺമെന്റുമായിട്ടാണ് അടുത്തിടെ ഒരു കരാർ ഒപ്പിട്ടത്? നാഗാലാൻഡ് അല്ലെ. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി സുപ്രീം കോടതിയിൽ നേരിട്ടെത്തി കേസ് വാദിച്ചു. ആരാണ് അവര്? വെസ്റ്റ് ബംഗാളിന്റെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയാണ്. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ടീച്ചറുടെ ക്ലാസ് ഒക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ടീച്ചറുടെ ക്ലാസ് നന്നായി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റണ്ട, മനസ്സിലാവേണ്ട വെച്ചാൽ ഒന്ന് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ക്ലാസ് കാണുകയും ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ചെയ്യാനും കൂടെ ഓർത്തോളൂ കേട്ടോ.